വെൽക്കം ബാക്ക്. ഡോക്യുമെന്റിങ് മൈ ലൈഫ് എപ്പിസോഡ് 3. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ബട്ട് സ്റ്റിൽ ഐ ഡു ഹാവ് സം എറൻഡ്സ് ടു റൺ. ഇപ്പം സമയം 2:44. ഇന്ന് ആക്ച്വലി വൈകിട്ട് എനിക്ക് എൻ്റെ പല്ല് കാണിക്കാൻ പോകണം, പല്ല് ടൈറ്റ് ചെയ്യാൻ. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ജിമ്മിലൊക്കെ അങ്ങ് പോയി. ജിമ്മിൽ പോയി തിരിച്ചു വന്നു, മേലൊക്കെ കഴുകി. എന്നിട്ടിങ്ങനെ കുറച്ച് നേരം എനിക്ക് വേറെ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് നേരം ഞാൻ പഠിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഞാനൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ദെൻ ഞാനിപ്പോൾ ഒന്ന് മുഖം കഴുകിയതിൻ്റെ പാടാണ് ഈ കിടക്കുന്നത്. അപ്പം ഇനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ റെഡി ആവണം. അതിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ഓഫീസിൽ കയറണം. അതുവഴി നേരെ കറങ്ങി ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ താമസിക്കുന്നത് നെയ്യാറ്റിൻകര, ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് തൈക്കാട്. അപ്പം ഞാൻ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. സോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ എ. അപ്പോൾ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്ലാൻ ബി ഇല്ല, പ്ലാൻ എയിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നു. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ജീൻസ് ഫ്രം മിന്ത്ര, ഷർട്ട് ഫ്രം മാക്സ്. ഗൈസ്, വി ഷുഡ് നോട്ട് ഗോ ഔട്ട് വിത്തൗട്ട് സൺസ്ക്രീൻ. ഇപ്പോഴത്തെ ചൂട് ഈസ് അൺസൈക്കബിൾ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രൊട്ടക്ട് യുവർ സെൽഫ്. ആൻഡ് ഡോണ്ട് ask me why I bought this, because നാച്ചുറലായിട്ട് എനിക്ക് എന്തായാലും ബ്ലഷ് ഒന്നും വരാൻ പോകുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ നൈക്കിയിൽ കണ്ടപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഓർഡർ ചെയ്തതായിരുന്നു. ബട്ട് ഇറ്റ്സ് ഗുഡ്. നമ്മുടെ സ്കിന്നിന്റെ പേജിനനുസരിച്ചാണ് പിഗ്മെന്റേഷൻ വരുന്നത്. ഹിയർ ദ ഫുൾ ഔട്ട്ഫിറ്റ്. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പാട്ടിട്ടുണ്ട്. ദാറ്റ്സ് വൈ ദിസ് ഹാപ്പി ഡാൻസിങ്, യു നോ. ടു ബി ഹോണസ്റ്റ്, ഞാനിപ്പോഴാണ് എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നത്. ഐ എം ലേണിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആൻഡ് എനിക്ക് ആ പ്രോസസ്സ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ വരും, നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. പോസ്റ്റ് ഓഫീസിൽ എൻ്റെ കാര്യം പെട്ടെന്ന് കഴിഞ്ഞു. ബട്ട് ഞാൻ പെട്ടത് അവിടെയല്ല. ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഒരു സിഗ്നൽ പോലും എന്നെ വെറുതെ വിട്ടില്ല എന്നുള്ളതാണ്. ലക്ക് വാസ് ഓൺ മൈ സൈഡ്. അങ്ങനെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണെങ്കിലും ദ പങ്ക്ച്വൽ മീ റീച്ച് ദെയർ ബിഫോർ മൈ അപ്പോയിൻമെന്റ് ടൈം. ട്രിവാൻഡ്രം തൈക്കാടുള്ള കമലയിലാണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ആൻഡ് ഞാൻ ക്രോക്സ് ഇട്ട് വന്നതിന് ഒരു റീസൺ ഉണ്ട്. ബിക്കോസ് ഇവിടെ നമ്മൾ ഫുഡ് വെയർ പുറത്തിടണം. ഷൂസ് ആവുമ്പോൾ റിസ്ക് ആണ്. എനിക്കറിയാം എൻ്റെ ബുദ്ധി വിമാനമാണെന്ന്. സോ പ്ലീസ് ഡോണ്ട് മെൻഷൻ ഇറ്റ്. ബൈ ദ വേ, ഞാൻ കറക്റ്റ് ടൈമിന് പോയപ്പോൾ അവരെന്നെ ജസ്റ്റ് ഒരു 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യിപ്പിച്ചു. പിന്നെ ഐ നോ ഹൗ ടു എൻ്റർടൈൻ മൈസെൽഫ്, അതുകൊണ്ട് നോ പ്രോബ്ലം. ഈ വീഡിയോസ് കാണുമ്പോൾ I know I am the Dumbatakadi of the family. I really need to lose some of my unwanted weight. അങ്ങനെ എൻ്റെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് വന്ന പോലെ വരൂ, ഒന്നിച്ച് നമുക്ക് തിരിച്ചു പോവാം. ഒരു 4 months ഒക്കെ കഴിഞ്ഞാൽ മേ ബി എനിക്ക് ബ്രേക്സസ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്നിട്ട് വേണം എനിക്ക് ചിക്കനും ബീഫും ഒക്കെ ഇങ്ങനെ കെയർ ഫ്രീ ആയിട്ട് കഴിക്കാൻ. ആൻഡ് എനിക്കിങ്ങനെ നടക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ബ്രേസ് യുവർ സെൽഫ്. എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങളിത് കാണും. ദെൻ ഐ കെയിം ഹോം ആൻഡ് ഈറ്റ് ദിസ്. ഈവൻ ദോ ഞാൻ ഡയറ്റിലാണെന്നൊക്കെ പറയുമെങ്കിലും സംടൈംസ് ഐ കാൺ റെസിസ്റ്റ് മൈസെൽഫ് ഫ്രം ഈറ്റിംഗ് ഷുഗർ. സോ നിങ്ങൾ എന്നെ കണ്ട് പഠിക്കരുത്. നിങ്ങൾ ഡയറ്റിലാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ദെൻ ഡിന്നർ ടൈം. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമായി പാവൻ്റെ മദർ. ഫുഡ് ഉണ്ടാക്കാനോ സഹായിക്കുന്നില്ല, തിന്നെങ്കിലും സഹായിക്കാൻ. യെസ്, ദേ ഹേറ്റ് മീ ഫോർ എ റീസൺ. സോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് എഴുന്നേറ്റിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തലവേദനയാണ്. ഇപ്പോൾ ഒരു 2 ദിവസമായി തലവേദന തുടങ്ങിയിട്ട്. തലവേദന വരാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടു. സോക്സ് യൂസ് ചെയ്തിട്ട് മുടി ഇങ്ങനെ കളയുന്നു. അപ്പം ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ചുമ്മാ ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു പെയിൻ ഫീൽ ചെയ്തു. പക്ഷെ എൻ്റെ ഒരു മൈഗ്രെയിൻ തലയെക്കുറിച്ച് ഞാൻ വലുതായിട്ട് കാര്യമായിട്ട് ചിന്തിച്ചില്ല ആ സമയത്ത്. ഞാനത് ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇതുവരെ അതിൻ്റെ തലവേദന മാറിയിട്ടില്ല. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ കേൾസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ബട്ട് സ്റ്റിൽ വേദന ഒരു വല്ലാത്തൊരു മൈഗ്രെയിനാണ് എനിക്കെൻ്റെ വെട്ടം. ഈ ഒരു ലൈറ്റിംഗ് ഉണ്ടല്ലോ, ഇതുപോലെ എൻ്റെ കണ്ണിൽ അടിച്ചാൽ ശരിയാവത്തില്ല. 2 ദിവസം അതിൻ്റെ പേരിൽ തലവേദനയായിരിക്കും. ഒരു പ്രത്യേകതരം തലയാണ് എൻ്റെത്. അത് പോട്ടെ, ഞാൻ ഓൾറെഡി എൻ്റെ നൈറ്റ് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി കിടന്നുറങ്ങുക, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ പരിപാടികളൊക്കെ ഇതായിരുന്നു. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ. ആൻഡ് ഓൾസോ ഇപ്പോൾ എന്തെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോസ് ചേച്ചി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പറഞ്ഞോ. എനിക്കറിവില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടൊക്കെ വന്ന് സംസാരിക്കാൻ ശ്രമിക്കാം. യാ
അപ്പോൾ ഓക്കെ ബൈ.